2 ബ്ലോക്ക് ബുക്സ് നമുക്ക് ഓൾമോസ്റ്റ് വളരെ സ്പീഡിൽ നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ തറവാകും. അതിന്റെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒന്നും കൂടെ നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ലാസ്റ്റ് അതിനകത്ത് തേർഡ് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ചാപ്റ്ററിൽ 4 യൂണിറ്റ്സുകളാണ് നമുക്കുള്ളത്. അല്ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജസ്റ്റ് പക്ക തിയറി പോർഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന എന്താണ് അഡ്മിനിസ്ട്രേഷൻ റോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യകത എന്താണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, TCP/IP യൂസ് ചെയ്തുകൊണ്ട് ലിനക്സിൽ എങ്ങനെ ഫോളോ ചെയ്യുന്ന ചെറിയ ചെറിയ ഫോർമാറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പം സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു യൂസർ ഇന്ററാക്ഷൻ, യൂസറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഇല്ല, പക്ഷെ സിസ്റ്റമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉള്ള ഒരു കാറ്റഗറിയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിലിരിക്കുന്നത്. ഈ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യകത നമ്മുടെ സിസ്റ്റത്തിന്റെ പല പല സെക്യൂരിറ്റി ലെവൽ ഉൾപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം ആ ആക്ടിവിറ്റീസ് ഇൻസ്റ്റാളേഷൻ തൊട്ട് കോൺഫിഗർ ചെയ്യുക, അത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട കേസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുക, എല്ലാം ഇനി അഥവാ സപ്പോസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആക്ഷൻസ് പെർഫോം ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിനകത്ത് വരുന്നു, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്കിൽ വരുന്നു. അപ്പം നെറ്റ്വർക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിഫറെന്റ് ലെവലിലേക്ക് വരാണെന്ന് വെച്ചാൽ നെറ്റ്വർക്കിന്റെ പലതരത്തിലുള്ള നെറ്റ്വർക്ക്സ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ, അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ആർക്കിടെക്ചർ എല്ലാം ഡിഫറെന്റ്, പ്രോട്ടോകോൾസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെന്റ് നേച്ചറുള്ള സാധനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, അതിന് പ്രോപ്പർ മാനേജിങ്ങിനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളിലെ ബേസ് നമ്മൾ പറയാം, ചിലതിനകത്ത് നമ്മൾ ഈതർനെറ്റ് യൂസ് ചെയ്യുന്നു, ചിലതിനകത്ത് TCP/IP ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലെയറിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇതിനകത്ത് ആദ്യത്തെ നമ്മൾ പറയുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നോർമലി ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ലൈക്ക് installation of software, configuration, commissioning, monitoring, and finally problem diagnosis. ഇതിനെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ നെറ്റ്വർക്ക്സ് മേ ബി ക്ലാസിഫൈഡ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ refers to the process of managing, maintaining and troubleshooting computer networks to ensure their optimal performance, security and reliability. The person who performs all these functions are called as network administrator. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ തരം ആക്ടിവിറ്റീസ് എല്ലാം പെർഫോമൻസും സെക്യൂരിറ്റി റിലയബിലിറ്റി എല്ലാം എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഒരു റെസ്പോൺസിബിൾ പേഴ്സണെയാണ് നമ്മൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പൊ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിന്റെ ജനറൽ ആയിട്ടുള്ള കുറെ ഫംഗ്ഷൻസിനെ കുറിച്ച് ടെക്സ്റ്റിൽ റെഫർ ചെയ്തിട്ടുണ്ട്. അതിന് പകരം നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ക്ലാസിഫൈ ചെയ്ത് വരുന്ന മേജർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞ് ജനറൽ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊന്ന് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ, കോൺഫിഗർ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് സിസ്റ്റത്തിന് ഹാർഡ്വെയർ ആസ് വെൽ ആസ് സോഫ്റ്റ്വെയറിന് ആവശ്യമുണ്ട്. ഈ രണ്ട് സാധനങ്ങളെയും വൃത്തിയായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെറ്റിംഗ് അപ്പ്, configuring networking hardware and software such as routers, switches, firewalls. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റർ അടുത്ത നെറ്റ്വർക്ക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. മോണിറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പൊതുവെ പെർഫോമൻസ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഡിലേ സർവീസ് കൊടുക്കാൻ പാടില്ല, അതുപോലെ ട്രാഫിക് കൺജഷൻസ് ഉണ്ടാകാൻ പാടില്ല, സെക്യൂരിറ്റി പ്രോപ്പർ ആയി പോകണം. അപ്പൊ അതിലത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഇത് തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമുക്ക് പോകുന്ന ഒരു കേസാണ്, ഒരു സ്പെസിഫിക് റോൾ ആണ്, വളരെ സാലറി പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്ന ഒരു സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിംഗ് എടുക്കുന്നത്. കാരണം നല്ല ഡ്യൂട്ടീസ് ഉണ്ട്. അതുപോലെ സെക്യൂരിറ്റി മാനേജ്മെന്റ്,
ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് സപ്പോർട്ട്. ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ടേം നമുക്കറിയാം, എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് എറേഴ്സ് വരെ എറർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. യൂസർ മാനേജ്മെന്റ്, യൂസർ അക്കൗണ്ട്സും പെർമിഷൻസ് എല്ലാം മാനേജ് ചെയ്യുക. അപ്പൊ ഈ യൂസർ മാനേജ്മെന്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ രണ്ട് ടേംസ് ഉണ്ടായിരുന്നു, ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ എന്ന് പറയുന്ന രീതിയിൽ. ഓതന്റിക്കേഷനും ഓതറൈസേഷനും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്, എന്താണ് ഓതന്റിക്കേഷനും ഓതറൈസേഷൻ എന്നുള്ളത് അറിയാമല്ലോ അല്ലെ? ഹർഷ മാത്രം ഇപ്പൊ ജോയിൻ ചെയ്ത. ഹർഷയ്ക്ക് ക്ലിയർ ആണോ ഓതന്റിക്കേഷനും ഓതറൈസേഷനും? ഓക്കെ, പറയാൻ പറ്റുമോ എന്താ ഓതന്റിക്കേഷൻ എന്താ ഓതറൈസേഷൻ എന്നുള്ളത്? എന്താ മിസ്സേ? ഓതന്റിക്കേഷനും ഓതറൈസേഷനും ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പ്രാവശ്യം വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താന്ന് പറയാൻ പറ്റുമെന്ന്? ഏതാണ്ട് വാട്ട് ഈസ് ഓതന്റിക്കേഷൻ, വാട്ട് ഈസ് ഓതറൈസേഷൻ, ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ക്ലാസ്സിലും കയറിയിട്ടുണ്ടാവണം, എല്ലാം കേൾക്കണം നിർബന്ധമില്ല, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. മിസ് പറഞ്ഞത് കേട്ടാൽ, പക്ഷെ മിസ് ചോദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അല്ല, അത് ഇഷ്യൂസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടു. ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ പല പ്രാവശ്യം ജസ്റ്റ് ഇത്രയും നമ്മൾ ഓർത്താൽ മതി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ, ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ അലോ ചെയ്യുകയാണെങ്കിൽ, ഒരു ഫ്രണ്ട് ആണ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ, ആ ഫ്രണ്ട് എന്ന് പറയുന്ന ആളെ അലോ ചെയ്യണോ എന്നുള്ളത് പെർമിറ്റ് ചെയ്യുക. എന്ത് ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാം? നമ്മൾ വെരിഫൈ ചെയ്യുക. യൂസർ വെരിഫിക്കേഷൻ ആണ് നമ്മൾ ഓതന്റിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാം. നോർമലി മൊബൈൽ നമ്മൾ ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ OTP വരുന്ന കേസ്, അതായത് ബയോമെട്രിക് വെരിഫിക്കേഷൻസ് ഒക്കെ വരുന്നില്ലേ, അതെല്ലാം ആണ് ഓതന്റിക്കേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ആക്സസ് റൈറ്റുകളാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ടാന്ന് പറയുന്ന ഒരാളെ വീട്ടിൽ കയറ്റിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു, പക്ഷെ ആ ഫ്രണ്ടിന് ആ വീട്ടിൽ വന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള റൈറ്റ് ഉണ്ടല്ലോ. ഇറ്റ് മീൻസ് യൂസർ ലെവൽ ആക്സസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പെർമിഷൻസിനെയാണ് നമ്മൾ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഓതറൈസേഷൻ ലെറ്റർ ഒക്കെ പറയാറില്ലേ, സാധനം പ്രിൻസിപ്പളിന് പകരമായിട്ട് തന്നെ ഒരാളെ ഓതറൈസ് ചെയ്യും, എനിക്ക് പകരം ഇന്നയാൾക്ക് ഇന്ന റൈറ്റുകൾ ചെയ്യും. ഓതറൈസ് ചെയ്യുമ്പോൾ ഫുൾ അല്ല, സ്പെസിഫിക് ലെവലിലാണ് നമ്മൾ പറയാറ്. അപ്പൊ അഡ്മിൻ ലെവലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ യൂസർ ലെവലിൽ നമ്മൾ കൊടുക്കും. ഓരോ രീതിയിൽ നമ്മൾ ഓതറൈസേഷൻ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പൊ ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ ഇത്രയേ ഉള്ളൂ. യൂസർ ലെവലില് അലോ ചെയ്യണോ വേണ്ടേ, വരുന്ന ആളെ അലോ ചെയ്യണോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതും, അയാൾക്ക് കൊടുക്കാവുന്ന റൈറ്റുകൾ, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യാമെന്നുള്ള പെർഫോമൻസ് റൈറ്റും രണ്ടുമാണ് ഓതറൈസേഷനും ഓതന്റിക്കേഷൻ. അപ്പോൾ ഓതന്റിക്കേഷൻ നല്ല പെർഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓതറൈസേഷൻ ലെവലുകൾ നമ്മൾ പറയുന്നത്. ഇന്ന യൂസർ അലോഡ് ആണ്, ഇന്ന യൂസർ ഇന്ന റേഞ്ചിൽ മാത്രം ആക്സസ് ചെയ്യാമെന്നുള്ള കേട്ടോ. പിന്നെ നെക്സ്റ്റ്, നോർമലി ഈ ഒരു തിയറിറ്റിക്കൽ പോർഷൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വന്ന ഒരു കേസ് ഒന്നുമല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് മാത്രമേ ഉള്ളൂ. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത്. ഇതിന്റെ ഡെഫിനിഷൻ പൊസിഷൻ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എൻ ഇൻഡിവിജ്വൽ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്നുള്ള ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷനിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഏതൊക്കെ റോളുകളാണ് ജനറൽ ആയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ. ദ റോൾ ഓഫ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ആൻഡ് ടാസ്ക് ഓഫ് to be performed such as configuring, commissioning and maintenance of various network devices, routers, switches, VPN, virtual private network gateways, security devices such as firewalls and IDS, creation of demilitarized zones, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും കേട്ടോ. പിന്നെ അതുപോലെ പ്രോട്ടോകോൾ കേസസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ അത് ജസ്റ്റ് തിയറിറ്റിക്കൽ പോർഷൻ ആണ്. എന്തുവേണ്ടി പെർഫോമൻസ്, റിലയബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ പേഴ്സൺ പെർഫോം നെറ്റ്വർക്കിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് അഡ്മിനിസ്ട്രേഷൻ വർക്കായിട്ട് പറയാം. ഇനി ഇതില് ഒരു ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കാരണം യൂണിക്സ് എന്ന് പറയുന്നത് സ്പെയ്ഡ് പാറ്റേൺ ആണ്. ഡോസിന്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത യൂണിക്സിൽ നിന്നാണ്. യൂണിക്സിന് അതിൻ്റെതായ കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റുകളും നമ്മൾ പറയും. ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ എല്ലാം ഓപ്പൺ സോഴ്സിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലിനക്സ് ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലിനക്സ് എന്താണ്, ലിനക്സ് പാക്കേജിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് കേസിനകത്ത് നമുക്ക് വരുന്നു. അത് പല രീതിയിൽ പാക്കേജ്, ഈ ലിനക്സിന് നമുക്കറിയാം, ലിനക്സിന്റെ പ്രത്യേകത ഈ ലിനക്സ് OS നമുക്ക് നമ്മുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലൈബ്രറീസ് പാക്കേജസുകൾ ക്രിയേറ്റ് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി റൈറ്റ് തരുന്ന ഒരു കേസാണ്. അപ്പോൾ
അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഐഡിയ തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലിനക്സ് ഈസ് പാക്കേജ് ഇൻ ഫോർമാറ്റ് നോൺ ആസ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഡെസ്ക്ടോപ്പ് ആൻഡ് സെർവർ യൂസ്. സം പോപ്പുലർ സ്ട്രീം ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻക്ലൂഡ് ഡിബൈൻ. ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് വർക്ക് ഉബുണ്ടു, ലിനക്സ് മിന്റ്, ഇതല്ല റെഡ് ഹാറ്റ് എന്റർപ്രൈസസ് ലിനക്സ്, ഇങ്ങനെ അതിനകത്ത് നമ്മൾ ഫെഡോറയൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ പല പല ലിനക്സിന്റെ പല പല ഫ്ലേവേഴ്സ് എന്നുള്ള രീതി പറയാൻ സപ്പോർട്ട് ചെയ്യുന്ന പല രീതികൾ, അതിനകത്ത് യൂസ് ചെയ്യുന്ന പാക്കേജിന്റെ ഡിഫറൻസസ് ബേസ് ചെയ്താണ് അതിനെ പല പേരുകളിൽ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. ആദ്യം അക്കാഡമിക് പർപ്പസിന് ഓരോ പർപ്പസിനുള്ളത് ആദ്യം ഉണ്ടാക്കുക. അക്കാഡമിക് പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ട് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം ക്ലിയർ. ഒരു നിമിഷം, ഞാൻ എനിക്ക് വീഡിയോ ഇത് ടേബിളിൽ ഇവിടെ വെച്ചിരിക്കും. ഞാൻ വേണമെങ്കിൽ വീഡിയോ ഓഫ് ആക്കി എന്റെ അടുത്തേക്ക് പിടിക്കാം. ദെൻ ഡിഫറെന്റ് വേർഷൻസ് ഫ്ലേവറിൽ നമ്മൾ ഓരോ പർപ്പസിനെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതൊക്കെ. നെക്സ്റ്റ് ലിനക്സിനെ സംബന്ധിച്ചുള്ള ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ ലിനക്സ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിന്റെ തിയറി പോർഷൻസ് ആണ് ഇതൊക്കെ. അതിനകത്ത് ഡേറ്റ മാനേജ് ചെയ്യാൻ, യൂസർ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ, സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയുള്ള കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ് ഉള്ള ഒരു ജനറൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ പാറ്റേൺ ആണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതില് ഇതെല്ലാം ഈ തിയറി പോർഷൻസിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത് കുറച്ചും കൂടെ കഴിയുന്ന സെക്ഷനിലേക്ക് എത്തുമ്പോഴത്തേക്കുള്ളൂ. ഇതെല്ലാം തിയറട്ടിക്കൽ പോർഷൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഇന്റർനെറ്റ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇന്റർനെറ്റ് നെറ്റ്വർക്കിംഗിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഇതില് ഇന്ത്യൻ നെറ്റ്വർക്കിംഗിൽ ഡിഫറെന്റ് പാക്കറ്റ്സുകൾ നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ട് സെക്യൂർ ആയിട്ട് റിലയബിൾ ആയിട്ട് നമ്മൾ പാക്കറ്റ് സെൻഡ് ചെയ്ത് പോകുന്ന ഒരു രീതി, അതിൽ നമ്മളുടേതായ രീതിയിൽ നമുക്ക് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോക്കറ്റ്സ് ക്രിയേഷൻസ് ഒക്കെ നടത്തി പല ടൈപ്പ് രീതിയിൽ സെൻഡ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് സ്പെസിഫിക് സ്റ്റാർട്ടും എൻഡും ഒക്കെ കൊടുത്തോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോഡ് സോക്കറ്റ് പാറ്റേൺ അല്ല സ്ട്രീം TCP ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന സമയത്ത് സ്ട്രീം സോക്കറ്റ് ക്രിയേഷൻസ് നടത്തിയതും, അതേപോലെ ഡേറ്റാഗ്രാം പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ UDP-യുടെ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സോക്കറ്റ് ക്രിയേഷൻസ് ഒക്കെ നമ്മൾ നടത്തി. അതേപോലെ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോട്ടോകോളിന്റെ ആവശ്യകത, എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളൊരു ഐഡിയയെ കുറിച്ച് പറയാൻ മാത്രമേ ഈ ചാപ്റ്റർ വരുന്നുള്ളൂ. അപ്പൊ ഇതില് TCP/IP and IP രണ്ടും എന്താണ് വെച്ചാൽ നെറ്റ്വർക്കിംഗ് മോഡൽ ആൻഡ് പ്രൊവൈഡ്സ് എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി, സ്പെസിഫൈ ഹൗ ഡേറ്റ ഷുഡ് ബി ഫോർമാറ്റഡ്, അഡ്രസ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ്, റൂട്ടഡ് ആൻഡ് റിസീവ്ഡ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ. അതിന് ജനറൽ ആയിട്ട് ഒരു സ്ട്രക്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. നമുക്ക് ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് പലതരത്തിൽ നെറ്റ്വർക്ക് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടും ഈ നെറ്റ്വർക്കുകളെ ഡിഫറെന്റ് മാച്ച്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നോക്കിയ ബൈറ്റ് ഓർഡറിംഗ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് ഓർഡർ അഡ്രസ്സിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഒരു യൂസ് ചെയ്യുന്ന സിസ്റ്റം ആർക്കിടെക്ചർ 16 ബിറ്റ് ആണോ 32 ബിറ്റ് ആർക്കിടെക്ചർ ബേസ് ചെയ്താണ് നെറ്റ്വർക്കിലോട്ട് പാസ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്ന എൻഡും ഏത് നേച്ചർ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്പർ ടു സ്ട്രിംഗ് ടു നമ്പർ പാറ്റേണിൽ കൺവേർഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഹോസ്റ്റ് നെറ്റ്വർക്ക് ഹോസ്റ്റ് കൺവേർഷൻസ് നമ്മൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അഡ്രസ്സുകളെ മാനേജ് ചെയ്തിരുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത്. ഇനി ഇതിനകത്ത് ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ, നെറ്റ്വർക്ക് ഡിഫറെന്റ് ടൈപ്സ് നെറ്റ്വർക്ക് എങ്ങനെ കണക്ട് ചെയ്തിരിക്കാം, അതിനെ ഈ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് TCP/IP എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇതിന്റെ വർക്കിംഗ് കേസസ് ആണ് ജസ്റ്റ് പാരഗ്രാഫ്. TCP/IP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ സ്യൂട്ട് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റിൽ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്, ഇറ്റ് ഇന്ററാക്ട്സ് വിത്ത് ദ നെയിമിംഗ് സർവീസസ്, ഡൊമൈൻ നെയിംസ്. നമുക്കൊരു ഹോസ്റ്റുമായിട്ട് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, അതിന്റെ അഡ്രസ്സ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. ഈ പാസ് ചെയ്ത് കൊടുക്കുന്ന തൊട്ടടുത്തുള്ള സെർവർ ആയിട്ട് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആയിട്ട് അത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോകുന്ന പറഞ്ഞത് റൂട്ടിലേക്ക് പോകും. റൂട്ട് വെച്ചാൽ റൂട്ട് DNS-ലേക്ക് പോകും. റൂട്ട് DNS-ന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് റിട്ടേൺ ചെയ്യാൻ പറ്റും, അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ തന്നെ കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അത് റിക്കേഴ്സീവ് കോൾ നടത്തും. റിക്കേഴ്സീവ് ആയിട്ട് വീണ്ടും തൊട്ടടുത്തടുത്തേക്ക് പോയി അങ്ങനെ ഫൈനൽ എവിടെയാണോ ആക്സസ് വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സെക്യൂർ പാറ്റേണിൽ മാത്രമാണ് നമ്മൾ
ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന്റെ എല്ലാം ലെവലുകളിൽ ഓരോ പാസേജ് നടക്കുന്ന സമയത്തും സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇത് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തിയറി ഇതിനകത്ത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നതേ ഉള്ളൂ. ഈ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ആക്സസസ് ഹോസ്റ്റുമായിട്ടുള്ള ഒരു ആക്സസ് നടത്താൻ വേണ്ടിയിട്ട് ലിനക്സിനകത്ത് ഒരുപാട് സപ്പോർട്ടീവ് ഫയൽസുകൾ ഉണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ടീവ് പ്രോട്ടോകോൾസ് ഫയൽസ് നമുക്ക് പറയാം. അത് രണ്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവിഷൻസ് ഉള്ള അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എല്ലാ സിസ്റ്റത്തിനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കില്ലോ. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതിന്റെ സെക്യൂരിറ്റി റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ലിനക്സിന് അത് വളരെ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ടാണ് ലിനക്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലെ ലിനക്സും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്ന ഈ ഓരോ ഇതിനകത്തെ പ്രോട്ടോകോൾ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് 2 മോഡലുകളാണ് നമുക്കുള്ള OSI മോഡൽ ലെയറും. ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ട്. OSI മോഡലിനെ കുറിച്ചും TCP/IP യെ കുറിച്ചും കമ്പയർ ചെയ്യാൻ ഡിഫറെന്റ് ലെയേഴ്സിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെതായിട്ട് ഒരു സെക്ഷൻ OSIയുടെ ഒരു സെക്ഷൻ ഇതിനകത്ത് തന്നിട്ടില്ല, പക്ഷെ അത് എഴുതേണ്ടതായിട്ട് വരും. ഇതിൽ നിന്ന് ഒന്ന് വേരി ചെയ്ത് എഴുതിയാൽ മതി. OSIക്ക് സമയത്ത് 7 ലെയർ പ്രോട്ടോകോൾ ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ TCP/IP 4 ലെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ 4 ലെയറിലാണ് ആപ്ലിക്കേഷൻ ട്രാൻസ്പോർട്ട് ഇന്റർനെറ്റ് ആൻഡ് നെറ്റ്വർക്ക് ഇന്റർഫേസ്, നെറ്റ്വർക്ക് ആക്സസ് ഓർ നെറ്റ്വർക്ക് ഇന്റർഫേസ് എന്ന് പറയുന്ന 4 ലെയറിലാണ് വരുന്നത്. ഓരോ ലെയറിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്നില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതില് ഒരു യൂസർ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത്, ഇന്ററാക്ഷൻ നടക്കുന്ന ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഡേറ്റ പാസ് ചെയ്യപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ കണക്ഷൻ വരുന്ന ഒരു ലെയർ ആണ് നമ്മുടെ നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ലെയർ എന്നുള്ള രീതിയിൽ ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും കൂടെ കമ്പൈൻ ചെയ്താണ് ഈ TCP/IPയിലെ നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ എന്നുള്ള രീതിയിലേക്ക് എടുത്തേക്കുന്നത് കേട്ടോ. ആ ലെയറിൽ അപ്പൊ അവിടെ ഫിസിക്കൽ വയർ കണക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഏത് കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്സ് എങ്ങനെയാണോ ഇതിന് പാസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയാണ് അവിടെ കൊടുക്കുന്നത്. യൂസർ ഇന്ററാക്ഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിൽ. ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഈ സാധനം ഓരോ ലെയറുകളിലേക്കും പാസ് ചെയ്തു പോകുമ്പോൾ ആ കറസ്പോണ്ടിങ് ലെയറുകളിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രോട്ടോകോൾസ് അതിനെ ഫോം ചെയ്യുന്ന രീതി ഡിഫറെന്റ് കവറുകളിലാക്കുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഓരോന്നിനെയും പാക്ക് ചെയ്യുന്നത് തുടക്കം സ്റ്റാർട്ട് ഹെഡേഴ്സുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസുകൾ അഡീഷണൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്ത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസുകളാണ് പൊതുവെ ഹെഡർ വാല്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ UDP ഒക്കെ എത്ര ഹെഡർ ലെങ്തിനെ കുറിച്ച് പറയാനുണ്ട്. 2260 ബൈറ്റ്സിന് മാക്സിമം കപ്പാസിറ്റി വരുന്നു. അത് ഓപ്ഷൻസ് അത് 2260 വരാനുള്ള കാരണം അതൊക്കെ ഒരു ക്ലാസ് കഴിഞ്ഞതാണ്. ജസ്റ്റ് ഇത് ഈ ഒരു ആർക്കിടെക്ചർ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് പക്ക തിയറി ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് ജസ്റ്റ് ആ നമ്മൾ പഴയ ക്ലാസ്സിൽ പറഞ്ഞു പോയ പല കാര്യങ്ങളെയും ഒന്നും കൂടെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഇതിലെ ആർക്കിടെക്ചർ ഈ ഒരു ഫിഗർ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എഴുതി വെക്കാം. OSIയും TCPയും കമ്പയർ ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് സാധിക്കും, ഏതൊക്കെ പ്രോട്ടോകോൾസ് ഏതൊക്കെ ലെയറുകളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ മുകളിൽ കൊടുത്ത ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഫിസിക്കൽ ലെയറിൽ ഈതർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ടോക്കൺ റെയിൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും, ഫൈബറിന്റെ കേസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും, എങ്ങനെ വേണം യൂസ് ചെയ്യാനുള്ള. പിന്നെ ഇന്റർനെറ്റിനകത്ത് നമ്മൾ അടുത്ത എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു അഡ്രസ്സ് ഡിവൈസസുകളെ ഐഡന്റിഫൈ ചെയ്യണം. ഏത് ഡിവൈസ് ആണ് സർവീസ് റിക്വസ്റ്റ് ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ IP അഡ്രസ് ക്രിയേഷൻസ് ഉണ്ടാവണം. അതിൽ എന്തെങ്കിലും എററുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ICMP പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് പാറ്റേണിലാണെങ്കിൽ അത് യൂസ്. പിന്നെ കണക്ഷൻ 2 നേച്ചറിൽ കൊടുക്കാം. ഒന്ന് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടും കൊടുക്കാം, ഒന്ന് കണക്ഷൻ ലെസ് ആയിട്ടും കൊടുക്കാം. അപ്പൊ TCP ആണോ UDP ആണോ എന്ന് പറയുന്നത്. പിന്നെ ചെയ്യുന്ന അപ്ലിക്കേഷന്റെ നേച്ചർ, ഏത് തരത്തിലുള്ള അപ്ലിക്കേഷൻ ആണ് സെൻഡ് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പം മെയിൽ ആണോ യൂസ് ചെയ്യുന്നതോ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനാണോ യൂസ് ചെയ്യുന്നത്, അതോ ദൂരെയുള്ള ഒരു സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യാനുള്ള ടെർമിനൽ നെറ്റ്വർക്കിംഗ് ആണോ ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നിനെയും ബേസ് ചെയ്തുള്ള പ്രോട്ടോകോൾസ് ആണ് അപ്ലിക്കേഷൻ ലെയറിൽ വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് അതിന് തൊട്ട് താഴോട്ട് വന്നിരിക്കുന്നത്. അതായത് നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇത് സെൻഡ് ആൻഡ് റിസീവ് പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം, അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് മീഡിയം ആണ്. സെൻഡ് ആൻഡ് റിസീവിന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയം ആയിരിക്കും ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഇന്റർഫേസ് എൻകംപേഴ്സ് ഡേറ്റ ലിങ്ക് ആൻഡ് ഫിസിക്കൽ ലെയർ ഓഫ് OSI മോഡലാണ് ഇവിടുത്തെ ഒരു പോയിന്റ് മനസ്സിലാക്കുന്നത്. OSI മോഡലിലെ 2 ലെയറുകൾ കമ്പൈൻ ചെയ്തുള്ള ഒരു നേച്ചറാണ് നമുക്ക്. അപ്പം നമുക്ക് പറയും OSI മോഡൽ ഒരു റെഫറൻസ് മോഡലും
TCP/IP എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ പാറ്റേണും ആണെന്ന് പറയാം, അപ്ലിക്കേഷൻ സ്ട്രക്ചറും ആണെന്ന് നമ്മൾ പറയാം. ഇന്റർനെറ്റ് ലെയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അടുത്ത ഇതിനകത്ത് നെറ്റ്വർക്ക് ഫിസിക്കൽ ലെവലിൽ നിന്ന് അടുത്ത റേഞ്ചിലേക്ക് പോകുന്നതാണ് ഇന്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത്. ഈ ഇന്റർനെറ്റ് ലെയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ്സിങ് ആർക്കാണ് കൊടുക്കുന്നത്, ആരിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്, അതിന് എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് റൂട്ടിലൂടെയാണ് ഇത് പോകേണ്ടത്, എത്ര വെച്ചാൽ ഹോപ്പുകൾ, എത്ര ഡിവൈസസുകൾ കൂടി അതിനകത്തോട്ട് പോകാനായിട്ട്, അതിലാണ് ടൈം ടു ലീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്യും. കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധനം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാനും റിസീവ് ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്താനും ഒക്കെ എത്ര ടൈം കൊടുക്കണം, ടൈം ടു ലീവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ലെയർ ആണ് നമ്മുടെ ഇന്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസുകളാണ് ഇന്റർനെറ്റ് ARP, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, മാക് അഡ്രസ് കണ്ടുപിടിക്കുന്നത്, ഇതിന്റെ RARP ഉൾപ്പെടെയുണ്ട്, ICMP, IGMP എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഓരോന്നിനെ കുറിച്ചും ഈ ഇത് ARP, RARP വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഈ പറഞ്ഞ പ്രോട്ടോകോൾസ് അതിനകത്ത് മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിരിക്കുന്നതാണ് ARPയും RARP, റിവേഴ്സും അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയും. ICMP, IGMയും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ച് പ്രാവശ്യം നമ്പർ ഓഫ് ടൈംസ് കുറവാണെന്ന് മാത്രം. അപ്പൊ എന്തിനാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ? അപ്പൊ ഈ സാധനങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം. മാക് അഡ്രസ്സിലേക്ക് ഏതാണ് സിസ്റ്റം എന്ന് നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്വെയർ അഡ്രസ് എക്സാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. IP അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ RARPയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ICMP നോർമൽ ആയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്, കണക്ഷൻലെസ് സർവീസസിനകത്താണ്. എപ്പോഴെങ്കിലും പാക്കറ്റുകൾ മിസ്സായി പോകും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിസീവിംഗ് എൻഡിനകത്ത് പ്രോപ്പർ ആയിട്ട് മെസ്സേജ് സെൻഡ് എത്താതെ വരുമ്പോൾ, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും എറേഴ്സ് വരുമ്പോഴൊക്കെയാണ് ഈ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. The internet layer is similar to the network layer of OSI model. ഈ രണ്ട് കേസ് പഠിക്കുമ്പോൾ ഓരോന്നും രണ്ട് ആർക്കിടെക്ചറിന്റെയും സെക്ഷൻസ് ക്ലിയർ ആയിട്ട് പോകും. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ പറയുന്നത്. ഇറ്റ് ഈസ് സെഷൻ ആൻഡ് ഡാറ്റാഗ്രാം. സെഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ആക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ സെഷൻ എന്നുള്ള രീതിയിൽ എടുക്കുക. ഡാറ്റാഗ്രാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പം പ്രോഗ്രാം സെഷൻ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതൽ ഇ-കൊമേഴ്സിനകത്തൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ സെഷൻ മാനേജ്മെന്റ് എന്നുള്ള. സെഷന്റെ ജനറൽ ഐഡിയ ആണ് പറഞ്ഞത്, സ്റ്റേറ്റ് പ്രിസർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ TCP, UDP എന്ന് പറയുന്ന രണ്ട് നേച്ചറിൽ നമുക്ക് കൊടുക്കാം. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതർ സെറ്റ് ആക്കാം. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അത് ഇന്ന രീതിയിലാണ് തുടങ്ങേണ്ടത് എന്നുള്ള ആ കമ്മ്യൂണിക്കേഷനെയാണ്, പ്രീഫേസ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സെഷൻ എന്നുള്ള രീതിയിൽ കണക്ഷൻ ഓറിയന്റഡ് 3-way ഹാൻഡ് ഷേക്കിംഗ് എന്നാണ് അതിന് പറയാം. ആ 3-way ഹാൻഡ് ഷേക്കിങ്ങോട് കൂടിയിട്ടാണ് TCP പോകുന്നത്. എന്നാൽ UDPക്ക് അങ്ങനെ ഇല്ല. പറയുന്നത് ഞാൻ തുടങ്ങട്ടെ എന്നൊരു ഇതും തുടങ്ങിക്കോളൂ എന്നുള്ള റിപ്ലൈ ഇല്ല തന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് യൂസർ ഡാറ്റാഗ്രാം. ഇതും TCP, UDPയും പല ചോദിക്കുന്ന ഒരു നേച്ചറാണ്. UDPയുടെ ഹെഡർ, ഇതിലെ TCPയുടെ UDPയുടെ ഹെഡറുകളുടെ ഇൻഫോർമേഷൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. TCP provides, ഇത് മനസ്സിലായി എന്ന് ഉദ്ദേശിക്കുന്നു, 1-to-1 കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ സർവീസ്. 3-way ഹാൻഡ് ഷേക്കിങ്ങോടുകൂടി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. UDP എന്ന് പറയുന്നത് 1-to-1, 1-to-many ആവാം, കണക്ഷൻ ലെസ് ആണ്, അൺറിലയബിൾ. നോർമലി മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻസിനാണ് പൊതുവെ ഈ ഒരു സംഗതി എടുക്കുന്നത്. ഇതിനകത്ത് തന്നെ റോ പാറ്റേണിൽ നമ്മൾ പോകും എന്താ റിയൽ ടൈം സർവീസസുകളാണെങ്കിൽ. ഇതിൽ TCP IP ട്രാൻസ്പോർട്ട് ലെയർ ഈസ് സിമിലർ ടു ദ ട്രാൻസ്പോർട്ട് ലെയർ ഓഫ് OSI. അപ്പൊ രണ്ടിനകത്തും ഒരേ പേര് നിലനിർത്തിയിരിക്കുന്ന ഒരേ ഒരു ലെയറേ ഉള്ളൂ കേട്ടോ, ട്രാൻസ്പോർട്ട് ലെയർ. OSIയിലും ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയും, TCPയിലും ട്രാൻസ്പോർട്ട് ലെയർ സെയിം നെയിമിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നതാണ് യൂസർ ഇന്ററാക്ഷൻ ഉള്ള ലെയർ ആണ്. അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഏത് തരം സർവീസ്, പ്രോഗ്രാം സർവീസസുകൾ, അപ്ലിക്കേഷൻ പ്രോഗ്രാംസുകളിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് തരം സർവീസ് ആണ് വേണ്ടത്, ഏത് തരം ഡേറ്റ സെൻഡർ റിസീവ് ആണ് വേണ്ടത് എന്നൊക്കെയുള്ള സ്പെസിഫിക്കേഷൻ വരുന്നത് ഈ ലെയറിൽ നിന്നായിരിക്കും. അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോളിനെ കുറിച്ച് നമ്മളിത് നോക്കിയിട്ടുള്ളതാണ്. HTTP, അതായത് ഹൈപ്പർ ടെക്സ്റ്റ്. നമ്മൾ അറിയാതെ നമ്മൾ എലിയാസ് ആണ് നമ്മൾ പറയുന്നത് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് പുറകിൽ വർക്ക് ചെയ്യുന്നത് HTTP പ്രോട്ടോകോൾ ആണ്. കാരണം ഇത് HTTPS-ഉം HTTP, സിമ്പിൾ HTTP, HTTPS അതിന് ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന പോർട്ട് അഡ്രസ്സുകൾ വെൽ ഡിഫൈൻഡ് ആണ്. ഓൾറെഡി അറിയാം
443 അങ്ങനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ നോൺ പോർട്ടുകൾ എന്നാണ് അതിന് പറയാം. ആ വെൽ നോൺ പോർട്ടുകളിലെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഫയലുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇമെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലാണ് SMTPയുടെ യൂസേജ് വരുന്നത്. ദെൻ ടെർമിനലായിട്ട് റിമോട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ടെർമിനൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന പ്രോട്ടോകോളിനെ ബേസ് ചെയ്തുകൊണ്ട് റിമോട്ട്. അവിടെ ഞാൻ പറഞ്ഞു നമുക്ക് യൂസ് ഇതും ഇമ്പോർട്ടന്റ് ആട്ടോ. ടെൽനെറ്റിനെ ബേസ് ചെയ്തുള്ള വർക്കിംഗ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോളും DNS-ഉം ആണ് നെക്സ്റ്റ് വരുന്നത്. സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ SNMP യെ കുറിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. DNS ആൻഡ് SNMP വെരി ഇമ്പോർട്ടന്റ്. ഇത് രണ്ടും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കാര്യം. SNMPയുടെയും ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റൂട്ടേഴ്സ് നമ്മൾ മാനേജ് ചെയ്യണം. ഇത് ബ്രിഡ്ജ്, അതായത് നമ്മുടെ ഇടയിലുള്ള ഹോപ്പുകൾ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ആ ഒരു മാനേജ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി TCP ആപ്ലിക്കേഷൻ ലെയറിലുള്ള സെഷൻ ലെയർ OSI റെഫറൻസ് മോഡലിലുള്ള സെഷൻ ലെയറും പ്രസന്റേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലെയർ എന്നുള്ള പേരിലാണ് TCP IP ലെയർ. വെച്ചാൽ OSIയിലെ 3 ലെയറുകൾ ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ ആൻഡ് സെഷൻ. ഈ 3 ലെയറും കൂടെ സിംഗിൾ റേഞ്ചിൽ അപ്ലൈ ചെയ്തു വരുന്നതാണ് TCP IPയിലെ ആപ്ലിക്കേഷൻ ലെയർ. ഇനി അതിന്റെ ആർക്കിടെക്ചർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കാണിച്ചു കൊടുക്കുക. കാരണം ഹോസ്റ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ വളരെ അടുത്തായുള്ള ഒരുപാട് റൂട്ടേഴ്സ് അല്ലെങ്കിൽ റൂട്ടിംഗ് അൽഗോരിതത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഇനി ഓരോ റേഞ്ചിലെ ആപ്ലിക്കേഷൻ റേഞ്ചിലെ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സോക്കറ്റ് എന്നുള്ള രീതിയിലും പോർട്ട് എന്നുള്ള രീതിയിൽ IP അഡ്രസ് അങ്ങനെ ഡിഫറെന്റ് റേഞ്ചിൽ നമ്മൾ ഈ ഒരു ലെയറിനെ ബേസ് ചെയ്തുകൊണ്ട് മാറ്റി പറഞ്ഞത്. ഇനി ഇത് ജനറൽ അതിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഫിഗറുമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ ക്ലയന്റ് എന്താണ്, നെറ്റ്വർക്കിനകത്ത് പൊതുവെ നമ്മൾ സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാ സാധനത്തിനെയും ക്ലയന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പം IPv4 പകരം IPv6 എന്ന് പറയുന്ന ഒരു വേർഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന്. പണ്ട് കമ്പ്യൂട്ടറുകൾ മാത്രമായിരുന്നു സർവീസ് കണക്ഷൻ നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമായിട്ട് നെറ്റ്വർക്ക് ഡിവൈസസിൽ നെറ്റ്വർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഡിവൈസസ് ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, പാംടോപ്പ് ഉൾപ്പെടെ ഒരുപാട് ഡിവൈസസുകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഇന്റർനെറ്റിന്റെ ഭാഗമായി വരുന്ന ഓരോ ഡിവൈസുകളെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. അതുപോലെ തന്നെ അവർക്ക് കറസ്പോണ്ടിങ് അതിനെ ഹോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അവർ ആക്സസ് ചെയ്യപ്പെടുന്ന നെറ്റ്വർക്കും തിരിച്ചറിയാം. അങ്ങനെ വന്നപ്പോഴാണ് ഡിവൈസസിന്റെ എണ്ണം കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ ഇൻസഫീഷ്യന്റ് ആവുമോ എന്നുള്ള തോന്നല്ല IPv4 പകരം IPv6. ഇപ്പൊ വരെ IPv4 ഓക്കെ ആണെങ്കിൽ പോലും പക്ഷേ ഇൻ ഫ്യൂച്ചർ എന്ത് ചെയ്യണം IPv4, കാരണം IPv4 പകരം IPv6 ആവശ്യം വന്നു വെച്ചാൽ നമ്മൾ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ഡിവൈസസുകളെ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ. അപ്പൊ അതും എന്ത് ചെയ്യപ്പെടണം ഇതിന്റെ നെറ്റിന്റെ ഭാഗമായി വരുന്നു. അപ്പം നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന സിമ്പിൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഡിവൈസസിനപ്പുറം ഒരുപാട് ഡിവൈസസുകൾ ഇന്റർനെറ്റിന്റെ ഭാഗമായി വരാൻ തുടങ്ങി. അപ്പൊ അതിനെല്ലാം ഇൻഡിവിജ്വലി മാനേജ് ചെയ്യാൻ വേണ്ടി കറസ്പോണ്ടിങ് ID ഡെവലപ്മെന്റ് വേണ്ടി വന്നു. അത് വരുന്നതുകൊണ്ടാണ് ഇപ്പൊ IoT ഇപ്പൊ നമ്മളൊന്നും കൂടുതൽ ഉപയോഗിച്ചില്ല, പക്ഷേ സ്മാർട്ട് സിറ്റീസ്, സ്മാർട്ട് ഹോംസുകളൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസിനകത്ത് ഇത് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെയിമിംഗ് കൺവെൻഷൻസ്, അഡ്രസ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യം ഡെവലപ്മെന്റിലേക്ക് വരുന്നത്. ഇവിടെ ജസ്റ്റ് തിയറിറ്റിക്കലി എന്താണ് ക്ലയന്റ് എന്നുള്ള രീതിയിൽ അല്ലെ നെറ്റ്വർക്ക് ക്ലയന്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ക്ലയന്റ് ഈസ് എ ക്ലയന്റ് ദാറ്റ് ക്യാൻ interact with the servers or computer program through network or internet. ഇതില് ക്ലയന്റിനെ സംബന്ധിച്ചാണ് ക്ലയന്റ് പൊതുവെ they are not capable of running their own standalone programs but could interact with the remote computers via network. അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ സെക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്.
നെക്സ്റ്റ് ഇതിൽ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ വളരെ കൂടുതൽ യൂസ് ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ റിമോട്ട് റേഞ്ചിനകത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് ബ്ലോക്സ് പല പല സ്റ്റോറേജ് പലയിടത്ത് കിടക്കുന്നു, അതിനെ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മാസ് യൂസേജ് വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു ടേം ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ നമുക്ക് പറയുന്ന ക്ലൗഡ് സ്റ്റോറേജുകൾ ഉണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഡിവൈസസിന് കിട്ടുന്ന സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ കൂടുതലായിട്ട് നമുക്ക് വേറൊരു ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ കണ്ടന്റുകളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഗൂഗിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെഫിഷ്യൻസി അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടുതലായതുകൊണ്ട് അത് എന്ത് ചെയ്യപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ എടുക്കത്തക്ക രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പൊ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പ്ലാറ്റ്ഫോംസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ അത് ഡിഫറെന്റ് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യുമ്പോഴാണ് ദറ്റ് ഈസ് കോൾഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലിയർ ആയല്ലോ? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് എന്ത് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ക്യാൻ ബി ആക്സസ് യൂസിങ് ഡിവൈസസ്. ഇനി ഇതിനകത്ത് ഈ പോർഷനകത്ത് നമ്മൾ എന്തെന്ന് സിസ്റ്റം ഇനീഷ്യലൈസേഷൻ, ഒരു സിസ്റ്റം ഇനീഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ബൂട്ട് സെക്ടർ എന്ന് പറയുന്ന ഒരു അതിനകത്ത് പ്രൈമറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനായിട്ടുള്ള വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ബൂട്ട് സെക്ടർ ആക്സസ് നമ്മൾ നടക്കുന്നു. അത് ചെയ്യുന്നതിനൊപ്പം ഇനിഷ്യലൈസേഷൻ പ്രൊസീജിയർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഗതി എല്ലാ ഡിവൈസസുകളിലേക്കും സിഗ്നൽ പാസ് ചെയ്ത് കൊടുക്കും. പോസ്റ്റ് കേട്ടിട്ടുണ്ടോ? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എല്ലാ ഡിവൈസസിലേക്കും സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ റിപ്ലൈ കിട്ടണം. ആ റിപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മളെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. സപ്പോസ് നമ്മളിപ്പം ഒരു പ്രിന്റ് എന്ന് പറയുന്ന ഒരു കമന്റ് നമ്മൾ സിസ്റ്റം ഓൺ ആക്കി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് കൊടുക്കുമ്പോൾ പ്രിന്ററിന് കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് വരാനുള്ള കാര്യം ഡയഗ്നോസ് ട്രബിൾ ഷൂട്ട് ചെയ്ത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ഏതൊക്കെ ഡിവൈസസിലെ പവർ സപ്ലൈ കൊടുത്തത് ആക്റ്റീവ് മോഡിലേക്ക് വന്നു എറർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി റെക്കോർഡ് ചെയ്തതിനു ശേഷമാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ലിനക്സിനകത്തും ഇതേപോലെയുള്ള ബൂട്ടിംഗ് പ്രോസസ്സുകൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തോണ്ട് ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനകത്ത് ഫ്ലോ ഓഫ് കൺട്രോൾ ഡ്യൂറിങ് ബൂട്ട് ബൂട്ട് ഈസ് ഫ്രം ബയോസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം എന്തെങ്കിലും ബൂട്ട് ലോഡറിൽ പോകും, ദെൻ ടു കേണൽ വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് യൂസർ ഇന്ററാക്ഷൻ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ആക്സസ് യൂസ് ചെയ്യാനുള്ള ഡിവൈസസ് യൂസ് ചെയ്യും, കോൺ ഡിവൈസോ അല്ലെങ്കിൽ അതർ ഡിവൈസസ് യൂസ് ചെയ്ത് ഇന്ററാക്ഷൻ പോസിബിൾ ആവുന്ന റേഞ്ചിലേക്ക് എത്തും. ഇതുകൊണ്ട് തന്നെ കേർണലിനകത്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ഫസ്റ്റ് റൺ ചെയ്യുന്നതാണ് ഇനിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇനീഷ്യലൈസേഷൻ പ്രോഗ്രാം ആയിരിക്കും ആദ്യം നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു ഇനിഷ്യലൈസേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാംസ് യുണിക്സിനെ ബേസ് ചെയ്താണെങ്കിലും ലിനക്സിനെ രണ്ടും മെർജ് ചെയ്തിരിക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വരുന്ന രണ്ട് തരത്തിലുള്ള പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. രണ്ട് പ്രോസസ് സ്പോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻ ദാറ്റ് ലോഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ആൻഡ് ന്യൂ ചൈൽഡ് പ്രോസസ്. നമ്മൾ സബ് ആയിട്ട് കൊടുക്കില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് അതർ പ്രോസസ്സുകളെ ആക്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന രീതിയാണ് നമ്മൾ സ്പോൺസ് എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ തന്നെ ഡീമോൺസ് എന്ന് പറയുന്നത് എന്താണ്, അത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടാസ്ക് മാനേജർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ സാധനങ്ങൾ ബിഹൈൻഡ് വർക്ക് ചെയ്യുന്നതാണ്. മുമ്പിൽ എന്ത് വർക്ക് നടക്കുന്നുണ്ടെങ്കിലും അതിനെ അഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ചില വർക്കുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഡീമൺ എന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ്ങുകളാണ് അല്ലെങ്കിൽ പ്രോഗ്രാംസുകളാണ് നമ്മൾ എടുക്കുക കേട്ടോ. യൂസർ ഇന്ററാക്ഷൻസ് അതിന് ആവശ്യമില്ല. യൂസർ ഇന്ററാക്ഷൻ ഇല്ലാതെ തന്നെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള പ്രോഗ്രാംസുകളെല്ലാം ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത് എക്സിക്യൂഷൻ ഫേസിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഏത് പ്രോസസ്സ് വർക്ക് റൺ ചെയ്യുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോസസ് ഐ ഡി അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റ സ്ട്രക്ചറും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ബൂട്ട് ലോഡർ എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്നു, ഇനിഷ്യലൈസേഷൻ വർക്കുകൾ നടക്കുന്നു. ഇനിഷ്യലൈസേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസറിന് ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ്, യൂസറിന് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം പവർ ഓൺ ചെയ്യുന്നു. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് സെൽഫ് ടെസ്റ്റ് എന്ന് പവർ ഓൺ സെൽഫ് ടെസ്റ്റിനുള്ള റേഞ്ചിലേക്ക് എല്ലാ ഇതിലേക്ക് പോകുന്നു. അതിനുശേഷം അതിനൊപ്പം തന്നെ ബയോസ് ലോഡ് ചെയ്യും, ബയോസ് ആക്സസ് ചെയ്യുന്നു. ബയോസ് ആക്സസ് ചെയ്യുമ്പോഴാണ് ബയോസ് ആക്സസ് ചെയ്ത് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ലൊക്കേഷൻ, അതായത് ഹാർഡ് ഡിസ്ക് ഡ്രൈവിലെ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് അത് കോൾ ചെയ്തുകൊണ്ട് അതിനകത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ
ഇനീഷ്യലൈസേഷൻ വർക്കിനുള്ള ഫയൽസുകൾ അവിടെ ഉണ്ട്. അതിനെ ഫെച്ച് ചെയ്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് മുഴുവൻ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ മെമ്മറി രണ്ടായിട്ട് തിരിക്കുന്നത്, യൂസർ ഏരിയ, സിസ്റ്റം ഏരിയ എന്ന് പറയുന്ന ഡ്രൈവർ പ്രോഗ്രാംസുകളെല്ലാം അതിനകത്തേക്ക് ലോഡ് ചെയ്യുക, യൂസർ ഇന്ററാക്ഷന് വേണ്ടിയിട്ട് മെമ്മറീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ വർക്കുകളാണ് ഇതിനകത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ, സിസ്റ്റം ഇനീഷ്യലൈസേഷൻ ബയോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിട്ടാണ് ഈ ഒരു സീക്വൻസിൽ പറയുന്നത്. That is, BIOS perform hardware platform specification startup task. Once hardware is recognized and started correctly, the BIOS joins and executes the partition boot codes from the designated boot device, which contains phase 1 of Linux bootloader. ഈ ബൂട്ട് ലോഡർ എന്ന് പറയുന്ന സാധനം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെച്ച് ചെയ്ത് ലോഡ് ചെയ്യാൻ വേണ്ട മിനിമം കണ്ടന്റുകൾ ഹാർഡ് ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേസാണ്. സെക്ടർ, അതിന്റെ സെക്ടേഴ്സ്, ഫസ്റ്റ് സെക്ടർ ആണ് പ്രീ ഡിഫൈൻഡ് ആണ്. സ്റ്റാർട്ട് കേർണൽ ഫംഗ്ഷനെ വിളിക്കുന്നതായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇനിഷ്യലൈസേഷൻ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് കേർണൽ ഫംഗ്ഷൻ ബേസ് ചെയ്താണ് മെജോറിറ്റി സിസ്റ്റം സെറ്റപ്പ് ഫംഗ്ഷൻസ് എല്ലാം, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് ഇനിഷ്യലൈസേഷൻ, ഡ്രൈവർ ഇനിഷ്യലൈസേഷൻ, മെമ്മറി എല്ലാം ചെയ്യുന്നത് ആദ്യത്തെ ചെയ്യും. പിന്നെ ഇനിഷ്യലൈസേഷൻ ഇനിറ്റ് പ്രോസസ്സോടുകൂടി ഇനിഷ്യലൈസ് ചെയ്യും. നിങ്ങൾ ഗ്രാഫിക്സിന്റെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സി പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് മോഡ്, ഗ്രാഫിക്സ് മോഡ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ്. ബൈ ഡിഫോൾട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റ് മോഡിലായിരിക്കും. അതിൽ നിന്ന് നമുക്കിപ്പം പെട്ടി വരയ്ക്കണമെങ്കിൽ, ലൈൻ വരയ്ക്കണമെങ്കിൽ, എന്തെങ്കിലും സർക്കിൾ വരയ്ക്കണം, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ഗ്രാഫിക്സിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗ്രാഫിക്സ് മോഡ് ഇനിഷ്യലൈസ് ചെയ്യും. അപ്പൊ യൂസർ ഇന്ററാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന അതർ മോഡ്സിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അവിടെ എപ്പോഴും ഇനിഷ്യലൈസേഷൻ വർക്കുകൾ ഉണ്ടായിരിക്കും. That is, the init process executes scripts as needed that set up all non-operating system services and structure in order to allow user environment to be created and then present the user with a login screen. User interaction initialization ശേഷമാണ് യൂസർ ഇന്ററാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ജനറൽ സ്ട്രക്ചർ ഇത്, ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ പവർ ഓൺ സിസ്റ്റം, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് നടക്കുന്നു, ബയോസ് ഇനിഷ്യലൈസ് ചെയ്യുന്നു, ബയോസ് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെച്ച് ചെയ്യാനുള്ള ബൂട്ട് ലോഡറിനെ എടുക്കുന്നു, അതായത് ഫയൽ സിസ്റ്റംസ് മാനേജ് ചെയ്യാനുള്ള സംഗതികൾ വരുന്നു, കേർണൽ ഇനിഷ്യലൈസ് ചെയ്യുക, കേർണൽ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ബേസിക് സ്റ്റാർട്ട് സെറ്റപ്പുകളെല്ലാം ചെയ്ത് കൊടുക്കുന്നു, അതിന് അതായത് മെമ്മറി മാനേജ് ചെയ്തിട്ട് ഡ്രൈവേഴ്സിനെല്ലാം കൊണ്ടുവരുന്നു, ഫൈനൽ സ്റ്റേജിൽ യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ പാകുന്നതിലേക്ക് സിസ്റ്റം എത്തിച്ചേരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളാട്ടോ ഒന്നുകൂടെ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ബയോസിനകത്ത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതേപോലെ സെക്ടർ ബൂട്ട് ലോഡർ എടുക്കാൻ വേണ്ടിയുള്ള 512 ബൈറ്റ്സ്, അതാണ് ഹാർഡ് ഡിസ്കിനകത്തെ ഫസ്റ്റ് 512 ബൈറ്റ്സ് ആയിരിക്കും ഇതെടുക്കുന്നത്. ആ ഒരു ടൈമാണ് വിട്ടുപോകുന്നത്. ഇതിനകത്ത് ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കേസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലിനക്സ് ലോഡറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ GNU ഗ്രാൻഡ് യൂണിഫൈഡ് ബൂട്ട് ലോഡർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസിനകത്ത് നമുക്ക് ലോഡിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള രണ്ട് തരത്തിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലോഡ് ചെയ്യാനും റൺ ചെയ്യാനായിട്ട്. രണ്ടും ഇതൊന്ന് മോഡിഫൈ ചെയ്ത പാറ്റേൺ ആണേ. ഇതിനകത്ത് ഇനി എന്താ പ്രത്യേകിച്ച് പറയാനുള്ള, ജനറൽ ആയിട്ട് ഇതൊന്നും എക്സാമിനകത്ത് ഞാൻ അധികം കണ്ട കാര്യങ്ങളല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് തിയറി പോർഷൻസ് മാത്രമായിട്ട്. ഇനി വേറെ പേപ്പറിലുണ്ടോ ഞാൻ കുറച്ച് ഞാൻ നോക്കിയതിനകത്തൊന്നും ഈ ഒരു ഏരിയയിൽ നിന്നും വലിയ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടറിന്റെ തുടക്കം എങ്ങനെയാണ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അതൊക്കെ ഈ PSC ക്വസ്റ്റ്യൻസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പോസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ. ബൂട്ട് ലോഡർ ആണ് ഇത്, അതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരില്ലേ, നമ്മൾ ഓപ്ഷൻസ് വരണം, അങ്ങനെ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വരുമ്പോൾ ജസ്റ്റ് അറിഞ്ഞു വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇനിഷ്യലൈസേഷൻ ഇനിറ്റ്, ദിസ് ഇസ് എ പാരന്റ് കോളാണ്. ഓരോ പ്രാവശ്യം പ്രോസസ് ID ഫസ്റ്റ് ഇതിന്റെ വാല്യൂ 1 ആണ്. ബാക്കി ഇനി അതിന് അതർ പ്രോസസ്സുകൾക്കെല്ലാം അതിൽ നിന്നുള്ള നെക്സ്റ്റ് ലെവൽ വാല്യൂസ് അസൈൻമെന്റ് കൊടുക്കുള്ളൂ. പിന്നെ ഇത് ഡിഫറെന്റ് ലെവലുകളിൽ നമുക്ക് റൺ ചെയ്യുന്നു. It is run level is a software configuration of the system which allows only a selected group of process to exist.
ഏത് രീതിയിലാണ് പ്രോസസ്സുകളുടെ എണ്ണം അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സുകൾ റൺ ചെയ്യണം എന്നുള്ള ഡിഫറെന്റ് ലെവലുകൾ നമ്മളിപ്പോൾ ഓരോ ഓർഗനൈസേഷൻ എടുക്കുവാണെങ്കിൽ ആരായിരിക്കണം ഏറ്റവും ടോപ്പിലിരിക്കുക, അതിനുശേഷം സബ് വരേണ്ട ആൾക്കാരാണ്, സബ് വരേണ്ട ആൾക്കാരാണ്, അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന പോലെ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ വരുമ്പോൾ ഓരോ പ്രോസസ്സുകളുടെ നേച്ചറും ആക്സസറൈറ്റും അനുസരിച്ച് നമ്മൾ അതിനെ ലെവൽ ചെയ്തിരിക്കും. അപ്പൊ പാരന്റ് എപ്പോഴും ടോപ്പ് ലെവലിലായിരിക്കും ഇരിക്കേണ്ടാവുക. ലെവൽ 1 കേസാണ് സിംഗിൾ യൂസർ മോഡിനകത്ത് വർക്ക് ചെയ്യുന്നു, മൾട്ടി യൂസർ മോഡിനകത്തോട്ട് വർക്ക് ചെയ്യണം, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഡിഫറെന്റ് ലെവലുകൾ റൺ ലെവലുകൾ ഉണ്ട്, ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ റൺ ലെവലുകൾ ചേഞ്ച് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ദിസ് ഇസ് ദ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്യാനാണ് സാധിക്കും? അഡ്മിനിസ്ട്രേറ്റർക്ക് ലെവലുകൾ ചേഞ്ച് കൊടുക്കാനുള്ള ഓപ്ഷൻസ്. ഇതിലിനി പ്രത്യേകിച്ച് പോയിന്റ്സുകൾ സിസ്റ്റം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ കമാൻഡുകളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. കേണൽ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് കേണൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓപ്ഷൻസ്. ഹൗസ് കീപ്പിംഗ് വർക്കുകൾ ചെയ്യുന്നത് ആ ഒരു സീക്വൻസ് ആണ് അത് ഫോളോ ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനടുത്ത് ഒരു യൂസർ റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ടൂൾ ഇതിനെ ലിനക്സ് സപ്പോർട്ട്. റിമോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാലോ അകലെ. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് നമുക്ക് അകലെയുള്ള സിസ്റ്റത്തിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള രീതി എപ്പോഴായിരിക്കും? റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ ഈസ് എസെൻഷ്യലി അഡോപ്റ്റഡ് വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഓർ ഇംപ്രാക്ടിക്കൽ ടു എ പേഴ്സൺ ബി ഫിസിക്കലി പ്രസന്റ് ആൻഡ് ഡു അഡ്മിനിസ്ട്രേഷൻ ഓൺ എ സിസ്റ്റംസ് ടെർമിനൽ. കറസ്പോണ്ടിങ് സിസ്റ്റം ടെർമിനലിൽ പോയി ചെയ്ത് ഫിസിക്കലി പ്രസന്റ് ആയി ചെയ്യാനുള്ള കാര്യം പറ്റത്തില്ലെങ്കിൽ ദൂരെ ഇരുന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വർക്കിനകത്ത്. ഇങ്ങനെ ഒരു ഓപ്ഷൻസും ലിനക്സ് നോർമലി നെറ്റ്വർക്കിങ്ങിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഏത് സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്കമെൻഡ് എന്നുള്ള രീതിയിലാണ് ഏത് സിസ്റ്റത്തിനെ നമുക്ക് ഈ ഒരു റിമോട്ട്ലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. റിമോട്ട് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്ന ജനറൽ ഫംഗ്ഷൻസ് കോമൺ സർവീസസ് ആണ്. യൂസർ മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ, കോൺഫിഗറേഷൻ, നെറ്റ്വർക്ക് മാനേജ്മെന്റ്, അത് നെറ്റ്വർക്ക് മാനേജ്മെന്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ, നെറ്റ്വർക്ക് ഫയൽ സെർവേഴ്സിനെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ കേസാണ്. റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ എത്രയേ ഉള്ളൂ? നെറ്റ്വർക്ക് ഫിസിക്കലി നമ്മുടെ കറസ്പോണ്ടിങ് സിസ്റ്റത്തിൽ ഇരിക്കാതെ തന്നെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്യാം? ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ടും ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും ജനറൽ തിയറി പോർഷൻസേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഞാൻ അധികം കണ്ടതായിട്ട് വന്നില്ല. ജനറൽ ആയിട്ടുള്ള കൺട്രോളിംഗ് പവറിന്റെ ഇൻഫർമേഷൻ കൺട്രോൾ ട്രാൻസ്ഫർ, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നു. ഷട്ട് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്സസിങ് പെരിഫറൽസ് നമുക്ക് റിമോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. പെരിഫറൽസുകളുടെ ഡിവൈസസുകൾ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊപ്പം തന്നെ അടുത്തത് ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ റിമോട്ട് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ സെക്യൂർ ഷെൽ സ്ക്രിപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ യൂസ് ചെയ്യുന്നതാണ് ഓപ്പൺ സെക്യൂർ ഷെൽഫ്. ഇത് പല ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെക്യൂർ ഷെൽ സ്ക്രിപ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർമലി ജനറലി യൂസ് ടു ലോഗ് ഇൻ ടു എ റിമോട്ട് മെഷീൻ ആൻഡ് എക്സിക്യൂട്ട് കമാൻഡ്സ്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി ഹാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി എൻക്രിപ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്തെ ഒരു നേച്ചറാണ് നമ്മൾ ഈ അല്ലെങ്കിൽ റിമോട്ട് ഓപ്ഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് ടെൽനെറ്റിന്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. രണ്ട് തരത്തിൽ, അപ്പൊ ക്ലയന്റ് സെർവർ എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്.
Telnet is used to establish connection to transmission control protocol on port number 23. ഇതൊന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് നമ്മൾ ഇത് നിങ്ങളുടെ ഇതിനകത്ത് വരുന്ന കേസ് അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പബ്ലിക് എക്സാംസുകൾ ഏതെങ്കിലും എഴുതുവാണെങ്കിൽ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാംസുകൾ എന്തെങ്കിലും എഴുതാണ് PSC പോലെ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും എഴുതുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ടെൽനെറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് നമ്പറിനെ കുറിച്ചൊക്കെ ഉള്ളത്. ഈ ടെൽനെറ്റ് അകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടെൽനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അത് ലോഗിൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് ചില എൻക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓതന്റിക്കേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റിമോട്ട് ഈ ടെൽനെറ്റ് ഓപ്പറേഷൻസുകൾ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇതൊരു സർവീസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാദ്യം ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ലോഗിൻ ഹാസ് സെവറൽ സീരിയസ് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അതാണ് ഇൻഫർമേഷൻസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സാധനം എൻക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് അത് മിസ്മാനേജ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നോർമലി എന്ത് ചെയ്യാം, ദറ്റ് ഇസ് റിമോട്ട് ലോഗിൻ വാസ് റെയർലി യൂസ് അക്രോസ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്സ്. പബ്ലിക് നെറ്റ്വർക്കിനകത്ത് നമ്മൾ ഈ സാധനങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ അതിനകത്ത് ടെൽനെറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കുള്ളത് റിമോട്ട് ഷെൽ എന്ന് പറയുന്ന can connect a remote host across a computer network. ഇതിനകത്ത് അത് കറസ്പോണ്ടിങ് പോർട്ട് നമ്പർ 514 ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കേസ് ഫ്രീ ഓപ്പൺ സോഴ്സ് ടെർമിനൽ എമുലേറ്റർ ആപ്ലിക്കേഷൻ ഉണ്ട്, പുട്ടി എന്ന് പറയുന്നത്. പുട്ടിയുടെ പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നുമില്ല. ഏതെങ്കിലും ടൈപ്പ് ഉള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ആ ഒരു TTY എന്ന് മാത്രമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളൂ. ടെലി ടൈപ്പ് എന്നുള്ള ആ പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പറഞ്ഞിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ജസ്റ്റ് തിയറിറ്റിക്കൽ ടേംസ് ഫെമിലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വെരി ഇമ്പോർട്ടന്റ് മീൻസ് മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിരിക്കുന്ന 2013, 16, 17 മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിരിക്കുന്ന 2 കേസ് കെട്ടാണ് ഇത്. ഇത് റിമോട്ട് കമ്പ്യൂട്ടിങ്ങിനകത്തെ സംബന്ധിച്ചിടത്തോളം റിമോട്ട് കമ്പ്യൂട്ടിംഗ് 2 കേസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വിർച്വൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിങ്ങും ഫ്രീ എൻഎക്സും ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുക. ഇതിന്റെ അഡ്വാൻറ്റേജ് ഇത് എന്താണ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ കമ്പാരിസൺ ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന 2 കാര്യം ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നെങ്കിലും ഒരുപാട് സമയം എനിക്കൊരു 5-6 തവണയെങ്കിലും ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കണ്ടിട്ടുണ്ട്. അത്രയും പ്രാവശ്യം ഇത് പല രീതിയിൽ, ചിലപ്പോൾ ഒരു പോർഷൻ മാത്രമായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ പല രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ടെൽനെറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമോട്ട് ലോഗിൻ ചെയ്ത് നമ്മൾ കയറി അതർ സിസ്റ്റത്തിനകത്തോട്ട് വർക്ക് നമ്മൾ യൂസ് കീബോർഡ് ടൈപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെൽനെറ്റിലത് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് എല്ലാം വരുന്ന ഏതാണ് റിമോട്ട് സിസ്റ്റത്തിലായിരിക്കും. വേറൊരു സിസ്റ്റത്തിൽ എവിടെയാണെന്ന് പോലും അറിയാത്തൊരു സിസ്റ്റത്തിലേക്കാണ് അതിന്റെ എഫക്ട് പോവുകയും. പക്ഷെ നമ്മൾ കിട്ടുന്ന എന്തായിരിക്കും സർവീസ് കിട്ടുമ്പോൾ നമ്മളുടെ വിചാരം നമ്മൾ ടൈപ്പ് ചെയ്ത സിസ്റ്റം തന്നെയാണ് അതിന് കറസ്പോണ്ടിങ് പ്രോസസ്സ് നടത്തി റിസൾട്ട് വന്നിരിക്കുന്ന രീതിയിൽ. അതേപോലെ തന്നെ ദൂരെയുള്ള സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ്. ഇതിനെയാണ് ഹാക്കേഴ്സ് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ പല ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ നമ്മൾ ചെയ്യില്ലേ, സ്പാം ചെയ്ത് വരുന്ന നമ്പർ കൊടുക്കും, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാവരും ഓരോന്ന് പറയും. ഇന്ന സ്ക്രീൻ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലോ, ഓക്കെ അതിനകത്ത് ഇന്ന വാല്യൂ എൻട്രി ചെയ്ത് കൊടുക്കുക, അവസാനം ഒരു OTP വരും, ആ OTP എൻട്രി ചെയ്ത് കൊടുക്കുക, അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാനേജ് ചെയ്യും. അവസാനം അത് പറ്റിക്കുന്നതായിരിക്കും. പണ്ടേ ഒരു സ്റ്റാർ പ്ലസോ സ്റ്റാർ അങ്ങനെ എന്തോ ഒരു സാധനം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് പറ്റിയിട്ട് നടന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ വിർച്വൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിങ്ങിനകത്ത് remote display system which allows the user to view the desktop of a remote machine anywhere on the internet. ഡിസ്പ്ലേ നമുക്ക് ഒരു റിമോട്ട് സിസ്റ്റത്തിന്റെ ഡിസ്പ്ലേ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള കേസസ് ആണ് നമ്മളത്. പിന്നെ ഇതിനകത്ത് ഇറ്റ് കൻ ഓൾസോ ബി ഡയറക്റ്റഡ് ത്രൂ സെക്യൂർ ഷെൽ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോഗ്രാംസുകൾ സെർവർ പ്രോഗ്രാംസ് ക്ലയന്റ് നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷമാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിന് ഒരു ഈ ഒരു ഡെഫിനിഷൻ ഇപ്പൊ നിങ്ങളെ നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഇതെല്ലാം നമുക്ക്
ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ. വിർച്വൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് is a graphical desktop sharing system that allows you to remotely control another computer over network. VNS uses a client server model where the server is the machine being controlled and the client is the machine that controls the server. ജനറൽ ആയിട്ട് ഡിസ്പ്ലേ ഉൾപ്പെടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ ഇതിന്റെ ഡിഫറൻസ് വെച്ചാൽ ഫ്രീ എൻഎക്സ് ഇസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എൻഎക്സ് പ്രോട്ടോകോൾ വിച്ച് അലോസ് റിമോട്ട് ആക്സസ് ടു എ ഗ്രാഫിക്കൽ ഡെസ്ക്ടോപ്പ് ഓവർ എ നെറ്റ്വർക്ക്. ഇറ്റ് ഹാസ് ഇനിഷ്യലി ക്രിയേറ്റഡ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു പ്രൊപ്പറേറ്ററി മെഷീൻസിനെ ബേസ് ചെയ്ത് പ്രൊപ്പറേറ്ററി മെഷീൻസ് ലൈസൻസ് സാധനങ്ങളാണ്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഫ്രീ എൻഎക്സ് ഇസ് ഡിസൈൻ ടു പ്രൊവൈഡ് ഹൈ പെർഫോമൻസ് low latency remote desktop experience even over slow or unreliable network connections. ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് വേണം. ഇവിടെ നമുക്ക് ക്ലയന്റ് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ VNSനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിന്റെ റെസൊല്യൂഷൻസ് എല്ലാം മാനേജ് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിലെ രണ്ടിന്റെയും വ്യത്യാസം വെച്ചാൽ ഒന്ന് ഡിസ്പ്ലേ മാനേജ്മെന്റ് ആണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് മാനേജ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പം അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് അത് വ്യത്യാസപ്പെട്ട് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. VNSലെ നമ്മളെ സംബന്ധിച്ച വിർച്വൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിങ്ങിനകത്ത് നമുക്ക് റിമോട്ട് ഡിസ്പ്ലേ ആണ് നമ്മൾ മാനേജ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റെസൊല്യൂഷനും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു പറയുന്നത്. അതേസമയം ഫ്രീ എൻഎക്സിനകത്ത് അലോ ആക്സസ് ടു ഡെസ്ക്ടോപ്പ് ഫ്രം അനദർ കമ്പ്യൂട്ടർ ഓവർ ഇന്റർനെറ്റ്. ലോഗിൻ ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഇനി അതേപോലെ തന്നെ ആ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഫ്രീ എൻഎക്സിനെ സംബന്ധിച്ചും വിർച്വൽ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഈ പറഞ്ഞ കാര്യം ഇന്റർനെറ്റിനകത്ത് നമ്മൾ റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വയേർഡ് അല്ലാതെ വയർലെസ് പാറ്റേണിലും ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് മാത്രമേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് സ്മാർട്ട് ഫോൺസുകളിലെ ഡിവൈസസുകളിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത്, സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾസ് അത് പാലും അതേപോലെ നെറ്റ്വർക്ക് ആണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വയർലെസ് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു പോയിന്റ് ഓർക്കാൻ, ദീസ് കേസിനകത്ത് ഡു നോട്ട് പ്രൊവൈഡ് ദ ഫുൾ റിമോട്ട് ആക്സസ് ഓൺ ദ സോഫ്റ്റ്വെയർ സച്ച് ആസ് VNCയിലുള്ള പോലെയുള്ള ഒരു അല്ലെങ്കിൽ ടെർമിനൽ സർവീസ് ടെൽനെറ്റിൽ കൊടുക്കുന്ന പോലെയുള്ള ഒരു കംപ്ലീറ്റ് ആക്സസ് പ്രൊവിഷൻ ഇവിടെ കിട്ടത്തില്ല. അതാണ് അതിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ് ഓഫ് റിമോട്ട് അഡ്മിനിസ്ട്രേഷന്റെ പറഞ്ഞു. നമുക്ക് സെക്യൂരിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും, അതുപോലെ ഹാക്കേഴ്സ്, സെക്യൂരിറ്റിയാണ് അതിന്റെ മെയിൻ ആയിട്ട്. ഓപ്പൺ പോർട്സുകളാണ്, എൻക്രിപ്റ്റഡ് പാറ്റേണിലുള്ള കാര്യങ്ങളല്ല പോകുന്നത്. അതുകൊണ്ട് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ റിമോട്ട് പാറ്റേണിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിമോട്ട് യൂസേജ് എന്ന് പറയുന്നത് സെക്യൂർ അല്ല, ഇത് പ്രൊമോട്ട് ചെയ്യാറില്ല. അതിനാണ് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ. അതിനകത്ത് മൾട്ടിപ്പിൾ ടൈം വന്നിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് റിമോട്ടിന്റെ കേസ്, ടെൽനെറ്റ് യൂസ് ടെൽനെറ്റിനെ പറ്റി ചോദിക്കാറുണ്ട്. അതേപോലെ VNC അതുപോലെ ഫ്രീ എഫക്ട്സ് മാത്രമാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് കൂടുതലും വന്നിരുന്നത് കേട്ടോ. മൂന്ന് ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ടെൽനെറ്റ്, VNC, VNX. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അഡീഷണൽ റെഫറൻസുകൾക്ക് വേണ്ടി നമുക്ക് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന ലെങ്ത് കൊടുത്ത്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ അതിലെ ലിങ്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ജേർണൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് ഡ്യൂട്ടീസിലുള്ളതിൽ ചില ഇന്ന ചില ഫംഗ്ഷൻസുകൾ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻസ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻ പല ലെവലുകളിലായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ലിനക്സിനെ സംബന്ധിച്ചാണ്ട് എങ്ങനെയാണ് ഇനിഷ്യലൈസേഷനും ബൂട്ടിംഗ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിനകത്തൊന്ന് പറഞ്ഞു പോയത്. ഓക്കെ, ഇനി അടുത്തത് ശരിക്കും നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ
സോഫ്റ്റ്വെയർ പാക്കേജസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഈ ഒരു ക്രോണോളജി അറിയാലോ? എന്താ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണോ? വാട്ട് ഈസ് എ പ്രോഗ്രാം? ഹർഷയ്ക്ക് ആ ഓർഡർ അറിയാമോ? ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ഓർഡറില്ലേ? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കോൾഡ് program, set of programs, software, set of software, package. ഇൻസ്ട്രക്ഷൻസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ പൊതുവെ പ്രോഗ്രാം എന്ന് പറയുന്നു. പ്രോഗ്രാമുകളുടെ കളക്ഷനെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ കളക്ഷനെ നമ്മൾ പാക്കേജ് എന്നുള്ള രീതി. അപ്പോൾ ഇനി മാനേജിങ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഒന്നുകൂടെ പറയാമോ? That is set of instruction is called program. Set of programs, software. Set of softwares, package. പാക്കേജ് നമ്മൾ അതിനാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം MS ഓഫീസ് ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കല്ലേ. നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പൊ ഈ ഒരു ഹാർഡ്വെയർ റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ള പാറ്റേണിൽ നമ്മൾ പാക്കേജുകൾ എടുത്താൽ നമുക്ക് അത്രയും ഫെമിലിയർ ആവില്ല. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ ബേസ് ചെയ്ത് നമുക്ക് പാക്കേജ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആവും. ദാറ്റ് ഈസ് MS ഓഫീസർ. അതിനകത്ത് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്. അത് ഓരോന്നും ഓരോ സോഫ്റ്റ്വെയർസ്, ഡിഫറെന്റ് ഫംഗ്ഷൻസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. ആ സോഫ്റ്റ്വെയർസിന്റെ കളക്ഷനെ വരുമ്പോൾ നമ്മൾ പാക്കേജ് എന്ന് പറയും. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമ്പോൾ MS ഓഫീസ് മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് യൂസർ ആക്സസ് ചെയ്യുന്നതിന് പുറമെ തന്നെ അതിന്റെ ബിഹൈൻഡ് ഹൗസ് കീപ്പിംഗ് വർക്കുകളിൽ വർക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളും കൂടെ OS എന്ത് ചെയ്യപ്പെടുന്നത്, ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു പാക്കേജ് മാനേജറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. That is software installation done with the help of package manager. ഈ പാക്കേജ് മാനേജർ കോൺസെപ്റ്റ് റെഡ് ഹാറ്റിന്റെ സെക്ഷനിൽ ബേസ് ചെയ്താണ്. അവരാണ് കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിങ്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് ഹാറ്റ് ആണ് സ്പെസിഫിക്കേഷൻ റൂൾസുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് റെഡ് ഹാറ്റിനെ ബേസ് ചെയ്തുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റെഡ് ഹാറ്റ് പാക്കറ്റ് മാനേജർ എന്ന് പറയുന്നത് പലപ്പോഴും പഠിക്കേണ്ടതായിട്ട് പറയാം. നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്കിനകത്ത് കൂടുതലും റെഡ് ഹാറ്റിന്റെ സ്ട്രക്ചറൽ സ്ട്രാറ്റജീസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ ബേസ് ചെയ്തുള്ള ഒരു പാക്കേജ് മാനേജറിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഇതിന്റെ കോഴ്സുകൾ നെറ്റ്വർക്കിംഗ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള റെഡ് ഹാറ്റിന്റെ കോഴ്സുകൾ ഉണ്ടാവും. അതിനകത്തൊക്കെ വരുന്നത്. പക്ഷെ അതുകൊണ്ടാണ് റെഡ് ഹാറ്റ് ഫെമിലിയർ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. That means package manager typically maintains a database of software dependencies and version information to prevent software mismatches and missing requisites. മുന്നേയുടെ ആവശ്യം നമുക്ക് വേർഷൻ എന്ന് പറയുന്ന ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഫെസിലിറ്റീസും ആക്സസും രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടാവില്ലേ? പലപ്പോഴും പല ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത്. ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രോഗ്രാംസുകൾ ബേസ് ചെയ്യുമ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ വേർഷൻ, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വേർഷനോട് കൂടിയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇപ്പൊ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഏത് പ്ലാറ്റ്ഫോമിലേക്കും മാപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ട്രാൻസ്ലേറ്റർ വർക്കോട് കൂടിയിട്ടാണ് സാധനം പോകുന്നത്. ഇപ്പം നോർമലി പല പ്രോഗ്രാംസുകളും ഒരു ഇന്റർമീഡിയറ്റ് കേസസ് എന്തിലേക്കും കൺവേർട്ട് ചെയ്യാം. 1s and 0s ആണ് ജനറൽ ആയിട്ട് മെഷീന്റെ വാല്യൂ. എന്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ, ആർക്കിടെക്ചർ ഡിപ്പെൻഡന്റ് ആയിട്ട് ഏതിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് പാറ്റേണിലാണ് ഇപ്പൊ പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിങ്ക് ചെയ്തിട്ടല്ല, ഓപ്പറേറ്റിംഗ് ബേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺവേർഷൻ ബേസ് ചെയ്തിട്ടല്ല അതിനകത്ത് പോയേക്കുന്നത്. സോ ഈ പാക്കേജ് മാനേജ്മെന്റ് സിസ്റ്റംസ് ആൻഡ് പാക്കേജ് മെറ്റഡാറ്റ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക്, ഈ ഒരു ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന്. ഓക്കെ മിസ്. ഓക്കെ.